നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സുകളാണ്. അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. ഞാനതെല്ലാം ആമസോൺ വഴിയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ സെയിൽ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 6 വരെയാണ് ഈ ഒരു സെയിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ സെയിൽ നടക്കുന്ന സമയത്ത് മേടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓഫറും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം സെയിൽ തീർന്നതിന് മുന്നേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് നോക്കിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടുള്ള സാധനങ്ങളാണ് ഞാൻ വീണ്ടും ഉപയോഗിക്കാനായിട്ട് മേടിച്ചിട്ടുള്ളത്. അതിലൊരെണ്ണമാണ് ഇത്, ഈ ഒരു മാൾസിൻ്റെ ഐബ്രോ പെൻസിൽ കേട്ടോ. ഇത് ഭയങ്കര കുഞ്ഞ് പെൻസിലാണ്, അതായത് നല്ല ഭംഗിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒരുപാട് ഇങ്ങനെ ഒത്തിരി ബ്രൗൺ കളറായിട്ട്, ഡാർക്ക് ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കൊന്നുമില്ല. ഇപ്പം ഐബ്രോസ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് എഴുതിയ മാതിരി തന്നെയാണ് ഇപ്പം എല്ലാവരും ചെയ്യണേ. പക്ഷെ എനിക്ക് നാച്ചുറലായിട്ട് ഇരിക്കുന്ന അങ്ങനെ തോന്നുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇത് വെച്ചാൽ ഒത്തിരി കളറില്ല, എന്നാൽ നല്ല ഭംഗിയിൽ നല്ല വൃത്തിക്ക് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതിൻ്റെ എന്താ പറയുക, ടിപ്പ് വരുന്നത് കുഞ്ഞതായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ഇപ്പം എന്താ ഐബ്രോ ഹെയർ പോലെ തന്നെ വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെൻ്റെ 3ാമത്തെ പർച്ചേസാണ്. ഇതിൻ്റെ പ്രത്യേകതയല്ല, ഇതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അത് വേഗം തീരും. നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി ഉപയോഗിക്കുന്നവരൊക്കെയാണ് വെച്ചാൽ ഒരു മാസം കൊണ്ട് തന്നെ ഇത് തീരും കേട്ടോ. പക്ഷേ 260 അത്രയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ആ പൈസയ്ക്ക് ഇത് മുതലാണ്. കാരണം നല്ല ഭംഗിയാണ്. സാധാരണ നമ്മൾ ഐബ്രോ പെൻസിലിനെക്കാട്ടിലും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ടൊരു ലുക്കാണ് കിട്ടുക. അതിന് ഇത് ബെസ്റ്റാണ്. ശരിക്കും നമ്മളുടെ നാച്ചുറൽ ഹെയർസ് പോലെ നമുക്കിങ്ങനെ ഇതിൻ്റെ കുഞ്ഞ് ടിപ്പായതുകൊണ്ട് നമുക്കിങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ എന്താ പറയുക ഫസ്റ്റ് റീപർച്ചേസ് ചെയ്തിട്ടുള്ള സംഭവം. അടുത്ത 2 സൺസ്ക്രീനാണ്. എനിക്ക് ഫോക്സ്റ്റൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ ഞാനിപ്പം ഉപയോഗിക്കുന്നത്. എനിക്ക് അത് മാത്രമാണ് ഇപ്പോൾ ഇഷ്ടമുള്ളൂ. ഞാൻ സ്ഥിരമായിട്ട് ഏകദേശം കുറേ കാലമായിട്ട് ഞാൻ ഈ ഫോക്സ്റ്റൈൽ ബ്രാൻഡിൻ്റെ സൺസ്ക്രീനിനെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേരെ ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ളവരുണ്ട്. ഇത് 2 തരം സൺസ്ക്രീൻ ഉണ്ട്. അതിലെ മഴക്കാലത്ത് നമുക്ക് കൂടുതലും ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ഒരു ഡ്യൂയി സൺസ്ക്രീനാണ്. അതായത് വിയർപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് കുറച്ച് ഗ്ലോ ഒക്കെ കിട്ടാനായിട്ടും, പിന്നെ അതുപോലെ നമുക്ക് അങ്ങനെ വിയർക്കാത്ത ഒരു സമയം ഉണ്ടാവില്ല, അപ്പോഴത്തേക്ക് വേണ്ടിയിട്ടുള്ളത് ഇത് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സൺസ്ക്രീൻ SPF 70 ഉണ്ട്. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതിനകത്ത് നിയാസിനമൈഡ് ഉണ്ട്, വിറ്റാമിൻ B5 ഉണ്ട്, വിറ്റാമിൻ E അടങ്ങിയിട്ടുണ്ട്. നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കുകളാണ് ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ കേട്ടോ. ഇത് 50 ml പാക്കാണ്. നല്ല കേട്ടോ. എൻ്റെ പേഴ്സണൽ അഭിപ്രായം, പ്രൊമോഷൻ അല്ലാണ്ട് തന്നെ പറയാണ്, ഇത് ശരിക്കും നല്ലതാണ്. ഫോക്സ്റ്റൈൽ ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ എല്ലാം അടിപൊളിയാണ് കേട്ടോ. പിന്നെ വൈറ്റ് കാസ്റ്റ് സംഭവങ്ങളൊന്നുമില്ല, നല്ലതാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള സംഭവമാണ് ഇത് കേട്ടോ. അപ്പം ഞാൻ തുറന്ന് കാണിച്ചു തരുന്നില്ല, ജസ്റ്റ് ഒരു ഹോൾ വീഡിയോ പോലെയല്ല കാണിക്കുന്നത്. പിന്നെ അവരുടെ തന്നെ മാറ്റിഫൈയിങ് സൺസ്ക്രീൻ, ഇതും എനിക്കിഷ്ടമാണ്. ഈ കഴിഞ്ഞ സമ്മർ സമയത്ത് മുഴുവൻ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇതായിരുന്നു കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ എണ്ണ ഒലിച്ചെടുക്കണ പോലെ തോന്നില്ല. നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം സാധാരണ ബാക്കി എല്ലാത്തിൻ്റെയും കഴിഞ്ഞിട്ടല്ല നമ്മൾ സൺസ്ക്രീൻ ഇടുക. അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ആകെ കൂടി ഒലിക്കണ പോലെ ഫീൽ ഉണ്ടാവും. മുന്നത്തെ സൺസ്ക്രീനുകളൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇത് മുഖം നന്നായിട്ട് തന്നെ, അതായത് ഇങ്ങനെ ഇട്ടുണ്ടെന്ന് തോന്നില്ല, നോർമലായിട്ട് വയ്ക്കും. ഇതൊരു ഈ സൺസ്ക്രീൻ ഇട്ടുണ്ട്, നമ്മുടെ മുഖത്ത് കുറേ ലെയർ ഉണ്ട്, അങ്ങനത്തെ ഒന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ. ഇതും SPF 70 ഉള്ളതാണ്. നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതും 50 ml തന്നെയാണ് കേട്ടോ. ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ സംഭവം. ഈ 2 എണ്ണത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ്. കാരണം എനിക്ക് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരുപാട് തിളങ്ങി നിൽക്കുന്ന ഫേസ് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലേ. ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണതാണ്, ഡ്രൈ അല്ല എന്താ പറയുക, മാറ്റായിട്ടിരിക്കണതാണ് ഇഷ്ടം. അതുകൊണ്ട് ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. പക്ഷെ ഇതും അടിപൊളി സാധനമാണ്. 2ഉം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ 2-3 ബോട്ടിൽ ഇത് 2ഉം ഉപയോഗിച്ച് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് 2മാണ് നമ്മുടെ സെക്കൻഡ് സംഭവം. അടുത്തത് ഫോക്സ്റ്റൈലിൻ്റെ തന്നെ സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ ആണ്. സൂപ്പർ ഗ്ലോൻ്റെ ഫോക്സ്റ്റൈലിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള മോയ്സ്ചറൈസർ ആ ഉള്ളിലുള്ള ആ സംഭവമാണ്. അത് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ്.
അത് വെച്ചാൽ നമ്മുടെ മുഖത്ത് അതായത് ഓയിലി സ്കിന്നുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ മുഖത്ത് എണ്ണ ഇരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലേ. എനിക്കിപ്പം സത്യം പറയട്ടെ, നമ്മളിങ്ങനെ മേക്കപ്പ് വീഡിയോ ഒക്കെ കാണുമ്പോൾ ചൂടുകാലത്ത് നമ്മളിങ്ങനെ ഉഷ്ണത്തിലാണ് ഇരിക്കണേ വെച്ചാൽ ആരെങ്കിലും മേക്കപ്പ് വീഡിയോ കാണുമ്പോൾ ഇതിങ്ങനെ മുഖത്ത് പണ്ടൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം എനിക്ക് ഇച്ചിരി വയർക്കില്ലേ, ആകെ ഒരു പുഴുക്കം പോലെ തോന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ഫീല് നിൻ്റെ ഉള്ളിൽ വരും കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു എന്താ പറയുക മോയ്സ്ചറൈസർ അത്ര ഇഷ്ടം. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മേടിക്കണമെന്നൊന്നും പറയുന്നില്ല, ചെക്ക് ചെയ്ത് നോക്കാം. കാരണം എന്താ വെച്ചാൽ തീരെ ഓയിലില്ല, ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഇത്. വെച്ചാൽ കുറച്ച് ഗ്ലോ തരണ ഒന്നാണ് കേട്ടോ. നൈറ്റ് സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ്, നൈറ്റിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. കുറച്ച് എണ്ണമയം ഉള്ളത് എനിക്ക് രാത്രി ഇടാനായിട്ട് ഇഷ്ടമാണ്, പകല് നേരെ മറിച്ചുമാണ്. ഇത് വിറ്റാമിൻ സിയും നിയാസിനമൈഡും ഇതിനകത്തുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്നതാണ് ഈ ഒരു എന്താ പറയുക മോയ്സ്ചറൈസർ. ഇതും എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ, മുന്നേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സംഭവമായിരുന്നു. ഫോക്സ്റ്റൈൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടോണർ അല്ലാത്ത ബാക്കിയെല്ലാം എനിക്ക് വർക്കായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൊന്ന് കറണ്ട് പോയി. അപ്പം എൻ്റെ ഇനി അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് റീപർച്ചേസ് ചെയ്തിട്ടുള്ളതല്ല, ഇത് ഫോക്സ്റ്റൈലിൻ്റെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ ആട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു കൊല്ലമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എത്തിക്ലോൻ്റെ ഫേസ് വാഷാണ്. അപ്പം ഫോക്സ്റ്റൈലിൻ്റെ മൊത്തം സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഫേസ് വാഷ് എടുത്ത് നോക്കിയത് കേട്ടോ. അപ്പം എന്തായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം. ഇത് പറയുകയാണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫേസ് വാഷാണ്. പിന്നെ ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്നതാണ്. 100 ml ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പം വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫാഷൻ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ സെയിൽ ചെയ്യുന്നതിന് മുമ്പ് മേടിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും വരാം. തരാം.